നമസ്കാരം. ഈ കാണുന്നത് ഗ്രാഫ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു കൊടംപുളിയുടെ നല്ല ബുഷായിട്ടുള്ളൊരു പ്ലാന്റാണ്. നമുക്കറിയാം, സാധാരണയായി നാടൻ ചെടികളിലാണ് നമ്മൾ ഗ്രാഫ്റ്റിങ്ങും ബഡ്ഡിങ്ങും ചെയ്യാറുള്ളത്. അതേപോലെ തന്നെ ഗ്രാഫ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു ചെടിയാണിത്. നല്ല ബുഷായിട്ടുണ്ടെങ്കിൽ പോലും ഇതിൻ്റെ ഈ താഴ്ഭാഗത്ത് നിന്ന് വരുന്ന മുകുളങ്ങൾ ഇതേപോലെ നല്ലപോലെ തഴച്ച് വളർന്ന് നിൽക്കുന്ന മുകുളങ്ങളാണ്. എന്നാൽ ഇത് ഗ്രാഫ്റ്റ് ചെയ്ത ഭാഗത്തിന് താഴ്ഭാഗത്തു നിന്നാണ് ഇത് മുളച്ച് വന്നിരിക്കുന്നത്. ആയതിനാൽ ഇത് നാടൻ ചെടിയായിട്ട് ഭാവിയിൽ വളർന്നു വരികയും കായ്ഫലം തരാതിരിക്കുകയും ഗ്രാഫ്റ്റ് ചെയ്ത് വച്ചിരിക്കുന്ന ഭാഗത്തിനെ ഉണക്കിക്കളയുകയും ചെയ്യും. അതിനാൽ ഇതേപോലെ നാടൻ കിളിർപ്പുകൾ ഇതേപോലെ അടർത്തി കളഞ്ഞെങ്കിൽ മാത്രമേ ഈ ചെടി ഭാവിയിൽ കായ്ക്കുകയുള്ളൂ. ഇല്ലെങ്കിൽ ഇത് നാടൻ ചെടിയായിട്ട് വളർന്നു വരികയും വർഷങ്ങളോളം നിന്നാലും കായ്ക്കാതിരിക്കുകയും ചെയ്യും. ഇത് നമ്മളിപ്പോൾ ഏത് ഷോപ്പിൽ നിന്ന് വാങ്ങിച്ച ചെടിയാണെങ്കിലും ഇത് ശ്രദ്ധിക്കണം. വാങ്ങിച്ച് വെച്ചതിന് ശേഷവും ഇതേപോലെ നാടൻ കിളിപ്പുകൾ വരുന്നുണ്ടോ എന്ന് നോക്കുകയും ചെയ്യണം. ഇത്രയും ബുഷായിട്ട് നിന്ന പ്ലാന്റിൽ ഇതുപോലെ 2 കമ്പുകൾ മാത്രമേ യഥാർത്ഥത്തിൽ ഗ്രാഫ്റ്റ് ചെയ്തതായിട്ടുള്ളൂ. ബാക്കിയെല്ലാം ഇതുപോലുള്ള നാടൻ കിളിർപ്പുകളായിരുന്നു. ഇനി നിങ്ങൾ വാങ്ങിക്കുന്ന എല്ലാ ഗ്രാഫ്റ്റ് ചെയ്ത ബഡ് ചെയ്ത പ്ലാന്റുകളിലും ഈ കാര്യം ശ്രദ്ധിക്കേണ്ടതാണ്. ഓക്കെ.